ഹായ് ചിൽഡ്രൻ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് TWAU ചാപ്റ്റർ 3 മിസ്റ്ററി ഓഫ് ഫുഡ്. ഒരു ദിവസം ദിശ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ത് പറ്റി, ആ കുട്ടി ദിശയുടെ ടിഫിൻ ബോക്സ് സ്കൂളിൽ വെച്ച് മറന്നിട്ട് വന്നു. ഈ ടിഫിൻ ബോക്സ് നിങ്ങൾ ആരെങ്കിലും സ്കൂളിൽ വെച്ച് മറന്നിട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ദിവസം കഴിച്ചിട്ട് ഫുഡൊക്കെ ബാക്കി അതിനകത്ത് വെച്ചിട്ട് കഴുകാതെ ഇരുന്നിട്ടുണ്ടോ? ഈ ദിശ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ ഈ ടിഫിൻ ബോക്സ് വെച്ചിട്ട് ഫ്രൈഡേ ആയിരുന്നു ഇത് വെച്ചത്. എന്നിട്ട് സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയിരുന്നു. ദിശ മൺഡേ വന്ന് ആ ടിഫിൻ ബോക്സ് ചെന്ന് എടുത്തു നോക്കിയപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? ദിശ കൊണ്ടുവന്ന ഊത്തപ്പമായിരുന്നു. ദിശയാണെങ്കിൽ അത് ഫുൾ കഴിച്ചതുമില്ല. ഊത്തപ്പം എന്താണെന്നറിയോ? ദോശയിൽ നമ്മൾ ഈ സവാള അണിയൻ ഇട്ട് കഴിഞ്ഞാൽ അണിയൻ ഊത്തപ്പമായി. അതേപോലെ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ ക്യാരറ്റ് ഊത്തപ്പമായി. ഇതിപ്പോൾ മിക്സ്ഡ് വെജിറ്റബിൾ ഊത്തപ്പമാണ്. നമുക്ക് ഇതിൽ പിസ്സ പോലെ നമുക്ക് പിസ്സ ഊത്തപ്പം ആക്കാം. അതായത് നമുക്ക് ചീസും ബട്ടറും ഈ പനീർ, മഷ്റൂം, വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ്ഡ് വെജ് സുപ്രീം ഊത്തപ്പം ആക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ ദിശ ഇത് കൊണ്ടുപോയപ്പോൾ ദിശ ഇത് എടുക്കാതെ മറന്ന് അവിടെ വെച്ചിട്ട് മൺഡേ വന്ന് നോക്കിയപ്പോൾ ഊത്തപ്പത്തിന് എന്ത് പറ്റി? ദേ മൈക്രോബ്സ് വന്നു. ഈ മൈക്രോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടി മാത്രം കാണാൻ പറ്റുന്ന വളരെ ചെറിയ ഓർഗാനിസംസ് ആണ് ഈ മൈക്രോബ്സ് എന്ന് പറയുന്നത്. ആ മൈക്രോബ്സിന്റെ ഒരു കോളനിയെ പറയുന്നത് എന്താണ്? മോൾഡ് എന്നാണ്. ദിശയുടെ ഊത്തപ്പത്തിൽ മൊത്തം മോൾഡായി. ഈ മോൾഡിന് എന്താണ് പ്രത്യേകത എന്നറിയോ? ഈ മോൾഡ് ഫുഡിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഭയങ്കര മോശമാവും. ഭയങ്കര യക്കി ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് പിന്നെ ഊത്തപ്പത്തിന്റെ ആക്ച്വൽ ടേസ്റ്റ് വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഏത് ഫുഡിന്റെയും മോൾഡ് വന്നു കഴിഞ്ഞാൽ ആക്ച്വൽ ടേസ്റ്റ് വരില്ല. അതേപോലെ എന്താ വെച്ചാൽ സ്മെല്ല് ഭയങ്കര നാറ്റമായിരിക്കും. ഇങ്ങനത്തെ ഫുഡ് മൈക്രോബ്സ് വന്നു കഴിഞ്ഞാൽ വല്ലാത്ത നാറ്റമായിരിക്കും. അതേപോലെ അതിന്റെ അപ്പിയറൻസ് കാണാനും അത് ഭയങ്കര വൃത്തികേടാവും. കണ്ടോ, നമ്മുടെ പഴയ ഊത്തപ്പം പോലെയാണോ ഈ മോൾഡ് വന്ന ഊത്തപ്പം ഇരിക്കുന്നത്? ഇതിപ്പോൾ ഊത്തപ്പം എന്ന് തന്നെ പറയാൻ പറ്റില്ല. മോൾഡ് കൊണ്ട് ഫില്ലായ ഫുഡായി പോയില്ലേ? പക്ഷേ എല്ലാ മൈക്രോബ്സും മോശമല്ല കേട്ടോ. ചിലരൊക്കെ അതിൽ നല്ല ആളുകളും ഉണ്ട്. നല്ല മൈക്രോബ്സും ഉണ്ട്, അഴുക്ക് മൈക്രോബ്സും ഉണ്ട്. ഈ നല്ല മൈക്രോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ മിൽക്ക് നിങ്ങൾ കേടാവുന്ന കണ്ടിട്ടുണ്ടോ? ഈ മിൽക്ക് നമ്മൾ വെള്ളം പോലെ ഇരിക്കുന്ന നല്ല മധുരമായിട്ടിരിക്കുന്ന മിൽക്ക് മൈക്രോബ്സ് വന്ന് ഇരുന്ന് കഴിയുമ്പോൾ അത് കേടാവും, കുറച്ച് ടാങ്കി ടേസ്റ്റ് ആവും. അത് നമുക്ക് ഹെൽത്തിയും കൂടിയാണ് കേട് കഴിക്കുന്നത്. അത് ഈ മിൽക്കിനെ കേടാക്കുന്നത് നല്ല മൈക്രോബ്സ് ആണ്. അതേപോലെ തന്നെ അത് ഇവരെന്ത് ചെയ്യുമെന്ന് അറിയോ? ഈ മിൽക്കിനെ അതിൽ ഷുഗറിനെ ആസിഡ് ആക്കും, എന്നിട്ട് അതിന് തിക്കൻ ചെയ്യും, കട്ടിയാക്കും. അങ്ങനെയാണ് ഇത് കേടാവുന്നത്. ഇതേപോലെ ഈ മൈക്രോബ്സ് എവിടെയൊക്കെയാണെന്നറിയോ കാണാൻ പറ്റുന്നത്? നമുക്ക് മണ്ണിൽ കാണാം. മണ്ണിനടിയിലൊക്കെ ഇഷ്ടം പോലെ മൈക്രോബ്സ് ഉണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൈക്രോബ്സ് നമ്മുടെ മണ്ണിൽ ഉണ്ട്. അതേപോലെ വെള്ളത്തിൽ കാണാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ തന്നെ മൈക്രോബ്സ് ധാരാളം ഉണ്ട്. അതേപോലെ പ്ലാന്റ്സിലും അനിമൽസിലും എല്ലാം മൈക്രോബ്സ് ഉണ്ട്. മൈക്രോബ്സ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ മൈക്രോബ്സ് എങ്ങനെയാണ് ഇത് ഫാസ്റ്റ് ആക്കുന്നത്? അവരെന്താ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയോ? ആരാണ് സഹായിക്കുന്നത്? ഒന്ന് മോയ്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ മൈക്രോബ്സ് പെട്ടെന്ന് അവിടെ കയറി കൂടും. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ മോയ്സ്ചർ, അല്ലെങ്കിൽ വെള്ളം, ഈർപ്പം ഉള്ളത്. പിന്നെ വായു, നല്ല എയർ ഉണ്ടെങ്കിൽ, പിന്നെ ടെമ്പറേച്ചർ, റൈറ്റ് ടെമ്പറേച്ചർ. ഈ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് സ്ട്രോബെറീസ് ആണ്. കണ്ടോ, സ്ട്രോബെറീസിൽ നല്ല വെള്ളം, ഈർപ്പമുള്ള ഫ്രൂട്ടാണ് സ്ട്രോബെറി. അപ്പോൾ അതിൽ തുറന്നു വെച്ച് കഴിയുമ്പോഴേക്കും മൈക്രോബ്സ് കണ്ടോ മോൾഡായത്. അതേപോലെ വായുസഞ്ചാരമുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ എയറിലൊക്കെ മൈക്രോബ്സ് ഉള്ളതല്ലേ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇത് പൊതിഞ്ഞ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ മൈക്രോബ്സ് അകത്ത് കയറും. അപ്പോൾ അത് ഫുഡിനെ ചീത്തയാക്കും. അതേപോലെ റൈറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമായിട്ട് ചൂടും ആവരുത്, എക്സ്ട്രീമായിട്ട് കോൾഡും ആവരുത്. നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ പോയി കഴിയുമ്പോൾ മൈക്രോബ്സിന് വളരാനായിട്ട് ഭയങ്കര സൗകര്യമായിരിക്കും. ഇത് തുറന്നും വെച്ചിട്ടുണ്ട്, ഇതിൽ കുറച്ച് മോയ്സ്ചറും ഉണ്ട്, നല്ല ടെമ്പറേച്ചറും ഉണ്ട്. മൈക്രോബ്സിന് ഇതിൽ പരം എന്താ വേണ്ടത്? അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇങ്ങനത്തെ മൈക്രോബ്സ് ഫുഡ് വന്ന് സ്പോയിൽ ചെയ്യാതെ നമുക്ക് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താം? അതിൻ്റെ ഒരു മെത്തേഡാണ് ഡ്രൈയിങ് ആൻഡ് ഡീഹൈഡ്രേഷൻ. ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഹൈഡ്രേഷൻ അല്ലെങ്കിൽ വെള്ളം മൊത്തം മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഡ്രൈയിങ്. അതായത് ഈർപ്പം മൊത്തം മാറ്റി കഴിയുമ്പോൾ അതങ്ങ് ഡ്രൈ ആവും. നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവാതെ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ധാരാളം കുടിക്കണം. വെള്ളം അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ, വിയർത്തൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞ് നമ്മൾ തളർന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടി വെള്ളം കുടിക്കുന്നത്. ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവാതെ ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടി.
അതേപോലെ തന്നെ ഈ ചില ഫുഡ് കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ഡ്രൈയും ചെയ്യേണ്ടി വരും. നമ്മുടെ ടീ ലീവ്സ് ഒക്കെ ഇല്ലേ, അത് ഡ്രൈ ചെയ്യുമ്പോൾ എത്ര നാൾ വേണോ നമുക്ക് സൂക്ഷിച്ച് യൂസ് ചെയ്യാം. അതേപോലെ സീ ഫുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡ്രൈ ഫിഷ്, ഉണക്ക മീനൊക്കെ, ഇതിനെയും ഉണക്കി വെച്ച് കഴിഞ്ഞാൽ, ഉപ്പൊക്കെ ഇട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണോ നമുക്ക്, എത്ര നാളിലല്ല ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പെറ്റ് ഫുഡ്, മഷ്റൂംസ് ഇങ്ങനെ ഫ്രൈ ഉണക്കാറുണ്ട്. ചില്ലി, നമ്മുടെ മുളക് ഇതിനെ ഉണക്കി നമ്മൾ പൊടിച്ച് വെക്കാറുണ്ട്. അപ്പം ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം. ഈ നട്ട്സും ഗ്രെയിൻസും ഒക്കെ ഇതേപോലെ ഉണക്കി നമ്മൾ ഒരുപാട് നാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മൈക്രോബ്സിന് ഇവിടെ ഒന്നും വളരാൻ പറ്റില്ല. ഇതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പാണ് പിക്ലിംഗ് ആൻഡ് ഓയിലിംഗ്. പിക്കിൾ എന്ന് പറഞ്ഞാൽ അച്ചാറിട്ട് വെക്കുക, അതിൽ എണ്ണ ഒഴിച്ച് വെക്കുക. ഈ സോൾട്ട് മൈക്രോബ്സിനെ വളരാനായിട്ട് അനുവദിക്കില്ല. അതേപോലെ തന്നെ എണ്ണ ഒഴിക്കുന്നതും, എണ്ണ ഒഴിച്ച് കഴിഞ്ഞാലും അതിൽ കൂടി മൈക്രോബ്സിന് കയറാൻ പറ്റില്ല. ഈ അച്ചാർ ഇടുമ്പോൾ അല്ലെങ്കിൽ പിക്കിൾ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വെള്ളം ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതാണ് ഈ പിക്കിൾസ് എന്ന് പറയുന്നത്. ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ഉപയോഗിക്കില്ല. ഈ പിക്കിൾസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഫുഡ് പിക്കിളിനകത്ത് നനഞ്ഞ സ്പൂണൊന്നും ഇടാൻ പാടില്ല. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സ്പൂണേ ഇടാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ മൈക്രോബ്സ് അതിനകത്ത് വരും. അപ്പോൾ അതാണ് ഈ പിക്ലിംഗ്. അല്ലെങ്കിൽ നമ്മളതിൽ ഓയിലിൻ്റെ ലെയറൊക്കെ യൂസ് ചെയ്യും. ഇതാകുമ്പോൾ നമ്മൾ മൈക്രോബ്സിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് റെഫ്രിജറേഷൻ ആൻഡ് ഫ്രീസിങ്. നമ്മൾ പറഞ്ഞില്ലേ എക്സ്ട്രീം ആൻഡ് എക്സ്ട്രീം ഹോട്ട് പറഞ്ഞില്ലേ, അതേപോലെ എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചർ മൈക്രോബ്സിനെ വളരാനായിട്ട് വളരെ സ്ലോ ആയിട്ടേ അവർക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ മൈക്രോബ്സ് പതുക്കെ പതുക്കെ വളരും. പക്ഷെ അവർ ഭയങ്കര സ്ലോ ഡൗൺ ചെയ്യും മൈക്രോബ്സിനെ വളരാനായിട്ട്, പെട്ടെന്നൊന്നും അനുവദിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് ഫ്രിഡ്ജിനകത്ത് ഫ്രോസൺ ഫുഡൊക്കെ വെക്കുന്നത് അതുകൊണ്ടാണ്. എത്ര തണുപ്പ് കൂടുന്നോ അത്രയും മൈക്രോബ്സ് കുറച്ചേ പതുക്കെ വളരുള്ളൂ. ഇതേപോലെ തന്നെ ബട്ടർ മിൽക്ക്, നമ്മൾ ബട്ടർ ആക്കി കഴിയുമ്പോൾ വരുന്ന ബാക്കി ആ മിൽക്കാണ് ഈ ബട്ടർ മിൽക്ക്. ഈ ബട്ടറിലും ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബട്ടറിനെ എടുത്തിട്ട് നമ്മൾ ചൂടാക്കും. നമ്മൾ ബട്ടറിനെ ചൂടാക്കി ഈ പ്രോസസ്സ് എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് പ്യുവർ ഫാറ്റ് വരും. അതായത് ബട്ടറിലുള്ള വെള്ളം എല്ലാം പോയിട്ട് പ്യുവർ ഫാറ്റ് ആയിട്ട് വരുന്നതാണ് ഗീ എന്ന് പറയുന്നത്. ഈ ഗീയിലും ഒട്ടും മോയ്സ്ചർ ഇല്ലാത്തതുകൊണ്ട് ഗീയും നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് വർഷങ്ങൾ വരെ നമുക്ക് ഈ നെയ്യ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റും ബട്ടറിനെക്കാട്ടിലും. വെണ്ണ, ബട്ടർ എന്ന് പറഞ്ഞാൽ വെണ്ണ, ഗീ എന്ന് പറഞ്ഞാൽ നെയ്യ്. വെണ്ണ പെട്ടെന്ന് കേടാവും, പക്ഷെ ഗീ, നെയ്യ് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നല്ല മൈക്രോബ്സിൽ ഒന്നാണ് ഈ ദോശ ഇഡ്ലിയുടെയൊക്കെ മാവിൽ നമ്മൾ മാവ് അരച്ചിട്ട് നമ്മൾ ഒരു ദിവസം രാത്രി അല്ലെങ്കിൽ ഒരു 8-10 മണിക്കൂർ നമ്മളത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കും. പുളിച്ച് പൊങ്ങുക എന്ന് പറയും. അപ്പോൾ ഈ മാവ് ഇങ്ങനെ അരച്ച് വെക്കുമ്പോൾ അടുത്ത ദിവസം എന്താ വെച്ചാൽ ഇതിങ്ങനെ പുളിച്ച് പൊങ്ങി വരും. ഇതാണ് ഇഡ്ലി ബാറ്ററിനെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആക്കുന്നത്. ഇതും ഗുഡ് മൈക്രോബ്സ് ആണ് ഈ ഫെർമെൻറ്റേഷൻ ചെയ്യുന്നത്. ഈ പുളിപ്പിക്കൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ ചെയ്യുന്നത് നല്ല മൈക്രോബ്സ് ആണ്. അപ്പോൾ മൈക്രോബ്സ് എല്ലാവരും മോശക്കാരല്ല കേട്ടോ. പക്ഷേ ഇവർ ചിലർ നമുക്ക് ഭയങ്കര വയറുവേദനയൊക്കെ ഉണ്ടാക്കും. ഈ മൈക്രോബ്സ് ഉള്ള ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും, നമുക്ക് വയറുവേദന ഉണ്ടാക്കും. കണ്ടോ, നമ്മളെ ചെറിയ കുടലും വൻകുടലും നമ്മുടെ വയറൊക്കെ കണ്ടോ. അപ്പോൾ ഈ ഫുഡ് നമ്മൾ പോകുമ്പോൾ നമുക്ക് ചില ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ വയറുവേദന നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിൽ യോഗട്ട് അല്ലെങ്കിൽ പഴം, ബനാന, ജീരകവെള്ളം, അജ്വൈൻ, അയമോദകം, അല്ലെങ്കിൽ ടീ, പെപ്പർ ടീ, അല്ലെങ്കിൽ ലെമൺ ടീ, ജിഞ്ചർ ടീ, ഇതൊക്കെ അല്ലെങ്കിൽ വയറ്റിൽ ചൂടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആശ്വാസം വരും. അല്ലെങ്കിൽ വയറുവേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് ചില ഫുഡ് നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വയറാകെ ദേഷ്യത്തിലാവുകയാണെങ്കിൽ, വിഷമിച്ച് വേദനിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വയറ്റിനെ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഇവരൊക്കെയാണ്. അതായത് എണ്ണയൊക്കെ ഉള്ള ഫുഡ്, സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ആൽക്കഹോള്, അല്ലെങ്കിൽ കോഫി, ടീ, പെപ്സി, ഇങ്ങനത്തെ ഫുഡെല്ലാം, ഒരുപാട് സ്വീറ്റ്സ്, ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. മാത്രമല്ല നമ്മൾ ഉപയോഗിക്കേണ്ട എന്തൊക്കെ ഫുഡാണ്, നമുക്ക് ഫ്രൂട്ട്സ്, ബനാനയൊക്കെ കഴിക്കാം, അരി അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാം, നമുക്ക് യോഗേർട്ട് കഴിക്കാം, ടോസ്റ്റ്, ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം, സൂപ്പ്, സോസ്, ആപ്പിൾ സോസ്, അല്ലെങ്കിൽ ഓട്ട് മീല്, ബോയിൽഡ് പൊട്ടാറ്റോസ്, ജിഞ്ചർ ടീ ഒക്കെ നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരമാണ്. ഇനി നമുക്ക് സീസണൽ ഫ്രൂട്ട്സിനെ കുറിച്ചും കൂടി ഒന്ന് നോക്കാം. ഈ സീസണൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് കാണും അല്ലേ. നമുക്ക് ചില ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടപ്പെടും, കാണാനൊക്കെ നല്ല പഴുത്തത്, നല്ല ടേസ്റ്റ് ആയിട്ട് ഇരിക്കും, നല്ല മണം വരും. പക്ഷെ നമ്മൾ എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പം നിങ്ങൾ
പഴം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊരു പഴത്തിൻ്റെ ഒരു ഇത് വാഴ നടുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പം അത് വലുതായി പഴുക്കുന്നോ അപ്പം നിങ്ങൾക്ക് അത് കഴിക്കാം. അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. പക്ഷെ അതേപോലെയല്ല ഇപ്പം മാങ്ങ നിങ്ങളുടെ വീട്ടിൽ ഒരു മാവുണ്ടെങ്കിൽ അത് എല്ലാ പ്രാവശ്യവും നമുക്ക് അതിൽ നിന്ന് മാങ്ങ കിട്ടില്ല. അത് ഒരു പ്രത്യേക സീസൺ, അതായത് സമ്മർ സീസണിലായിരിക്കും മാങ്ങ കൂടുതലും ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ സമ്മർ സീസണിൽ മാത്രമാണ് ഈ സമയത്ത് സീസൺ വരുമ്പോൾ മാത്രം മാങ്ങ പോയി കഴിക്കുക. അപ്പം എന്ത് പറ്റുമെന്നറിയോ? ഒരുപാട് പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് വളരെ വില കുറച്ച് വളരെ ആരോഗ്യമുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നമുക്ക് ഫ്രൂട്ട്സ് നമുക്കതിൽ കിട്ടും. അതിപ്പോൾ ജാക്ക് ഫ്രൂട്ട് ആണെങ്കിലും മസ്ക് മെലൻ, വാട്ടർ മെലൻ, ലിച്ചി, ഇതെല്ലാം നമുക്ക് സമ്മർ ഫ്രൂട്ട്സ് ആണ്. അതേപോലെ വിന്റർ ഫ്രൂട്ട്സ് ഉണ്ട്. ഓറഞ്ച്, ഫിഗ്, ഡേറ്റ്സ്, സ്വീറ്റ് ലൈം, സ്ട്രോബെറി, ഗ്രേപ്സ്. പിന്നെ മോൺസൂൺ ഫ്രൂട്ട്സ്, മഴ സമയത്തും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇതേപോലെ ഉണ്ട്. ഇത് മാത്രമല്ല ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ട്. അപ്പം നിങ്ങൾ സീസണൽ ഫ്രൂട്ട് നോക്കി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെയൊക്കെ കുരു നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഒരു കെമിക്കൽസും ചേർക്കാത്ത വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. മരത്തിൽ കയറി പറിച്ചൊക്കെ കഴിക്കുന്ന ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ചെറുതിലൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള മരത്തിൽ കയറി ഞങ്ങൾ ഫ്രഷ് ആയിട്ട് മരത്തിൽ നിന്ന് ഡയറക്റ്റ്ലി എടുത്ത് കഴിക്കുമായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ കഴുകാറ് പോലും ഇല്ല, കാരണം മരത്തിൽ നിന്ന് ഒരു കേടും ഇല്ലാതെയല്ലേ കഴിക്കുന്നത്. അപ്പം നിങ്ങളും ഇതേപോലെ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക. ഇനി നമ്മുടെ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്ന എല്ലാം നമ്മുടെ ഈ മൗത്ത് കൊണ്ടല്ലേ. ഈ മൗത്തിൽ നമ്മൾ സിസേഴ്സ് ഇല്ലേ, കത്രിക, സിസേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? പേപ്പർ, ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യാനല്ലേ സിസേഴ്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇൻസിസേഴ്സ് എന്ന് പറയുന്ന ടീത്ത് ഉണ്ട്. ഫ്രണ്ടിലത്തെ ഈ 2 ടീത്താണ് ഇൻസിസേഴ്സ്. ഇൻസിസേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയോ? കട്ട് ചെയ്യാനാണ്. നമ്മൾ ഫുഡിനെ കട്ട് ചെയ്ത് കടിച്ച് പൊട്ടിക്കാനാണ്. പിന്നെ നമുക്ക് കാനൈൻസ് ഉണ്ട്. ഈ കാർണിവോറസ് അനിമൽസ് ഒക്കെ ഇല്ലേ, ഫ്ലഷും മീറ്റ് മാത്രം കഴിക്കുന്ന ടൈഗർ, ലയൺ, അതുപോലെ അവരുടെ ഷാർപ്പ് ടീത്താണ്. ഈ കാനൈൻസ് ടിയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഭക്ഷണത്തിന് അടിച്ച് കീറാനാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പ്രീ മോളാർസ് ഉണ്ട്. പ്രീ മോളാർസ് ക്രഷ് ചെയ്യാനാണ്. ഫുഡിനെ ക്രഷ് ചെയ്തിട്ട് മോളാർസ് എന്ത് ചെയ്യും? ഗ്രൈൻഡ് ചെയ്ത് ഫൈൻ പേസ്റ്റ് ആക്കി അങ്ങ് വിഴുങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ ടീത്തിൻ്റെ ഇൻസിസേഴ്സ് കട്ട് ചെയ്യാനായിട്ട്, കാനൈൻസ് ടിയർ ചെയ്യാനായിട്ട്, പ്രീ മോളാർസ് ക്രഷ് ചെയ്യാനായിട്ട്, ആൻഡ് മോളാർസ് ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് ഈ ടീത്തിൻ്റെ ഫങ്ഷനിങ് വരുന്നത്. 4 ടൈപ്സ് ഓഫ് ടീത്ത് മറക്കല്ലേ. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മളിത് പഠിച്ചുകൊണ്ട് നമ്മളിത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞില്ലേ, പേവ്ഡ് റോഡ് വേണം, അണ്ടർഗ്രൗണ്ട് വാട്ടർ നമുക്ക് വേണമെങ്കിൽ അതിന് കളക്ട് ചെയ്യാൻ വേണ്ടി, ഫ്ലഡൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സോയിൽ, ഗ്രാസ്, പേവ്ഡ് സർഫസ് ആയിരിക്കണം. കോൺക്രീറ്റ് സർഫസും ടാർ റോഡൊന്നും പാടില്ല എന്ന്. പക്ഷെ നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മുടെ പേരൻസും അവരുടെ പേരൻസും എല്ലാം ഇതൊക്കെ പഠിച്ചിട്ട് പക്ഷെ നമ്മൾ അവസാനം ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഇങ്ങനത്തെ കോൺക്രീറ്റ് റോഡ്സ് ഒക്കെയാണ് നമ്മൾ വീട്ടിലൊക്കെ വയ്ക്കുന്നത്. കോൺക്രീറ്റ് മുറ്റമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വെള്ളമൊന്നും താഴെ പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊന്നും ആവരുത്. നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിലൊന്നാണ് നമ്മുടെ ഫുഡ് വളരെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത്. അത് ഡൈജഷനും നല്ലതാണ്. നമ്മൾ വളരെ സമയമെടുത്ത് നമ്മൾ ഫുഡ് നല്ലതായിട്ട് ചവച്ചരച്ച് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അതേപോലെ ഈ ചവച്ചരയ്ക്കുമ്പോൾ ഇത് ഒരു വെള്ളം വേണമല്ലോ. ഡ്രൈ ആയിട്ട് നമുക്ക് ചവയ്ക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഈ സലൈവ, നമ്മളെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ സലൈവ, ഉമിനീര് എവിടെ നിന്നാണെന്നറിയോ? നമ്മുടെ ടങ്ങിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ടങ് വെച്ച് നിങ്ങളുടെ നാക്ക് കൊണ്ട് നിങ്ങൾ അടിയിലോട്ടൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നാക്ക് കൊണ്ട് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെ നിന്നാണ് നമ്മുടെ ഉമിനീര്, സലൈവ ജനറേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നല്ലതായിട്ട് ചവച്ചരച്ച് വേണം ഫുഡ് കഴിക്കാൻ. പിന്നെ നിങ്ങൾ പല്ല് തേക്കുമ്പോൾ 2 പ്രാവശ്യം പല്ല് തേക്കണേ. 2 പ്രാവശ്യം എന്ന് പറയുമ്പോൾ രാവിലെ ചെന്നിട്ട് 2 പ്രാവശ്യം പല്ല് തേച്ചിട്ട് വരരുത്. രാവിലെ 1 പ്രാവശ്യവും പല്ല് തേക്കണം, രാത്രിയും പല്ല് തേക്കണം. രാത്രിയിലത്തെ ഫുഡിൻ്റെ എല്ലാ അവശിഷ്ടവും സ്മെല്ലും ഒക്കെ കളയാൻ വേണ്ടിയാണ് രാവിലെ പല്ല് തേക്കുന്നത്. നമ്മൾ പകൽ മൊത്തം കഴിച്ച ഫുഡ് രാത്രി ആകുമ്പോഴേക്കും ഫുൾ നൈറ്റ് ഇരുന്ന് കേടാവാതെ, നമ്മൾ പല്ലിൻ്റെ ഇടയിലിരുന്ന് കേടാവാതെ കിടക്കുന്നതിന് മുമ്പേ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം, പല്ല് നല്ലതായിട്ട് ബ്രഷ് ചെയ്തിട്ട് വേണം ക്യാവിറ്റീസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 2 പ്രാവശ്യം രാവിലെയും വൈകിട്ടും പല്ല് തേക്കണം. ഇത് ആരൊക്കെ ചെയ്യും എന്നറിയോ? എല്ലാ കുട്ടികളും ചെയ്യുമോ? എല്ലാ കുട്ടികളും ചെയ്യണം കേട്ടോ. രാവിലെയും വൈകിട്ടും പല്ല് തേക്കണേ. അതൊരു ഹാബിറ്റ് ആക്കിയില്ലെങ്കിൽ വലുതാകുമ്പോൾ നമുക്കത് ഹാബിറ്റ് വരില്ല. അപ്പം പിന്നെ വലുതാകുമ്പോഴായിരിക്കും നമുക്ക് പോടൊക്കെ വന്ന്, നമ്മൾ വയസ്സായി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പല്ലെല്ലാം പോട് പിടിച്ച് കേടായി പോവും. പിന്നെ ഈ നമ്മുടെ മൗത്ത് എപ്പോഴും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ
പല്ല് നന്നായിട്ട് കൊപ്പിളിച്ച് തുപ്പണം. നല്ലതായിട്ട് കഴുകി കൊപ്പിളിച്ച് തുപ്പണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പല്ലിൻ്റെ ഇടയിലൊക്കെ അറിയാതെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കും. അപ്പോൾ എന്ത് പറ്റും, നിങ്ങൾ ഇത് കഴിഞ്ഞ് വല്ല തമാശയൊക്കെ പറഞ്ഞ് ഹ ഹ ഹാ എന്ന് ചിരിക്കുമ്പോഴായിരിക്കും പല്ലിൻ്റെ ഇടയിൽ നിന്ന് എന്തൊക്കെയോ ദേ കഴിച്ച നമ്മുടെ തോരനും നമ്മുടെ ഇലക്കറികളും ഒക്കെ പല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നത്. ചോറും അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡൊക്കെ പല്ലിൻ്റെ ഇടയിലിരിക്കും. മാത്രമല്ല അത് അവിടെ ഇരുന്ന് പിന്നെ ക്യാവിറ്റീസ് ആവും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നതിന് മുന്നേ കഴിച്ചതിന് ശേഷവും വാ നല്ലതായിട്ട് കഴുകണം. അതേപോലെ നിങ്ങൾ ഭക്ഷണം വിഴുങ്ങരുത് കേട്ടോ. വിഴുങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ചവച്ചരച്ച് കഴിച്ചില്ലെങ്കിൽ ഡൈജഷൻ നടക്കില്ല. അതേപോലെ തന്നെ തൊണ്ടയിലൊക്കെ കുടുങ്ങും. അതുകൊണ്ട് നിങ്ങൾ അങ്ങ് പെട്ടെന്ന് ഗൾപ്പ് ചെയ്ത് വിഴുങ്ങിക്കളയരുത്. പതുക്കെ പതുക്കെ ചവച്ചരച്ച് വേണം ഫുഡ് കഴിക്കാൻ. ആൻഡ് ഏറ്റവും ലാസ്റ്റ്, ഫുഡ് പതുക്കെ കഴിക്കാവുള്ളൂ. ഒരുപാട് സ്പീഡിൽ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിക്കരുത്. നമുക്ക് സ്കൂളിലൊക്കെ കഴിക്കാനായിട്ട് സമയം തരുമല്ലോ, ആ സമയം എടുത്ത് തന്നെ കഴിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? അതിനൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് പതുക്കെ ഒരു 20 മിനിറ്റ്സ് ടൈം, 20 മിനിറ്റെങ്കിലും സമയം വേണം നമ്മുടെ ബോഡിക്ക് മനസ്സിലാവാനായിട്ട് വയറ് നിറഞ്ഞു എന്നുള്ളത്. അപ്പം നമ്മൾ പെട്ടെന്ന് കഴിച്ചു കഴിയുമ്പോൾ നമ്മളത് മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിയും. അതുകൊണ്ട് പതുക്കെ കഴിക്കുമ്പോൾ ബോഡിക്ക് മനസ്സിലാവും. നമ്മൾ കഴിച്ചു തുടങ്ങി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ബോഡി പറയും എനിക്കിപ്പോൾ ഫുള്ളായി പതുക്കെ എന്ന്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇനി കുറച്ച് ഫാക്ട്സ് ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് മില്ലറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദ വേൾഡ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മില്ലറ്റ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മില്ലറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ഉണ്ട്. സ്വർഗം, ഫോക്സ്ടെയിൽ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ്, പിന്നെ ഒരുപാട് കോഡോ മില്ലറ്റ്. ഇതൊക്കെ ഇപ്പം നമ്മൾ ഒരുപാട് നമ്മൾ കടകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ടാക്കുന്ന മില്ലറ്റ്സ് എല്ലാം ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്സിലും കിട്ടും. അപ്പോൾ ഈ മില്ലറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതേപോലെ ബനാനാസ്, നമ്മൾ ബനാനയുടെ കാര്യം പറഞ്ഞല്ലോ, പഴം. ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ബനാനാസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബനാനാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇനി എന്താണ് പൾസസ് അല്ലെങ്കിൽ ദാൽ. ഇങ്ങനത്തെ ധാന്യങ്ങൾ ഉണ്ടാക്കുന്നതിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ, അതായത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് പൾസസ് ഓർ ദാൽ ഇൻ ദ വേൾഡ്. ഈ പൾസസ് എല്ലാം നിങ്ങൾക്ക് അറിയോ? ഏതൊക്കെയാണ് പൾസസ് എന്നൊന്ന് നിങ്ങൾ നോക്കി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ബാംബൂസ്. നമ്മൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ കുറേ സ്റ്റേറ്റ്സ് ഉണ്ട്. അവിടേക്ക് ഒരുപാട് കാടുകൾ, അവിടേക്ക് ഒരുപാട് ബാംബൂസ് ഉണ്ട്. ഇവർ ഈ ബാംബൂസ് വെച്ചിട്ടാണ് വീട്, അവരുടെ ഫർണിച്ചേഴ്സ്, അവർ ഈ ബേബി ബാംബൂസ് ഇല്ലേ, ബാംബൂ ഷൂട്ട്സ്, കുഞ്ഞും ബാംബൂ വരുമ്പോൾ അത് മുറിച്ചിട്ട് അവർ നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കും. ഇത് ഫുഡായിട്ട് അവർ യൂസ് ചെയ്യും. ബാംബൂസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറേ ഇതാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ബാംബൂസ് ഉണ്ടെങ്കിൽ നമുക്കത് പല രീതിയിൽ യൂസ് ചെയ്യാം. ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വുഡാണ് ഈ ബാംബൂ എന്ന് പറയുന്നത്. അപ്പോൾ വീട് വരെ ഉണ്ടാക്കാൻ പറ്റും, ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഫ്ലെക്സിബിളും ആണ്, മുറിച്ചൊക്കെ എടുക്കാനും വളരെ ഈസിയാണ്, വളരെ സ്ട്രോങ്ങും ആണ്, ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും, ഡ്യൂറബിളും ആണ്, ഒരുപാട് നാൾ ഇത് ഈട് നിൽക്കുകയും ചെയ്യും. ഇതേപോലെ നമ്മുടെ സദ്യയും ഥാലിയും. ഇതാണ് നമ്മുടെ സദ്യ. നമ്മൾ കേരളത്തിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സദ്യ എന്ന് പറയുന്നത്. ചോറും പരിപ്പും പപ്പടവും ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കൂട്ടി കൈകൊണ്ടാണ് നല്ല ഞവടി പിഴിഞ്ഞാണ് നമ്മൾ കഴിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഥാലി, ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഥാലിയാണ് കാണുന്നത്. ഥാലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചോറും അതേപോലെ തന്നെ ഈ ചപ്പാത്തി, പൊറോട്ട, പിന്നെ സ്വീറ്റ്സ് ഇതെല്ലാം കാണും. വെറൈറ്റി ഓഫ് ഫുഡ് എല്ലാം കൂടി മിക്സ് ചെയ്ത്, ഇതെന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റാണ്, റിച്ച് ബാലൻസ്ഡ് ഡയറ്റാണ്. കാരണം ഇതിനകത്ത് എല്ലാ ന്യൂട്രീഷനും ഉണ്ട്. അതായത് ഇതിനകത്ത് ഥാലി അല്ലെങ്കിൽ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റാണ്. ഇത് നമ്മൾ യൂഷ്വലി കൈകൊണ്ടാണ് കഴിക്കുന്നത്. കൈകൊണ്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടൊന്നും തോന്നണ്ട. സ്പൂൺ വെച്ച് കഴിക്കുന്നവർ നിങ്ങളെ കളിയാക്കാൻ, നിങ്ങളെ വിഷമിക്കുകയൊന്നും വേണ്ട. എന്താണെന്നറിയോ? കാരണം നമ്മൾ കൈകൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് ആ ഫുഡിൻ്റെ ടെക്സ്ചർ അറിയാൻ പറ്റും. പപ്പടം ആകുമ്പോൾ ക്രഞ്ചിയാണ്, നമ്മൾ പൊടിച്ച് അതിനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്ത് നമുക്കറിയാൻ പറ്റും. മാത്രമല്ല കൈകൊണ്ട് കഴിക്കുമ്പോൾ ഡൈജഷൻ അത് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് പഴങ്കഞ്ഞിയാണ്.
നിങ്ങൾ പഴങ്കഞ്ഞി എന്ന് കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പഴങ്കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരുന്ന ചോറ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ചോറ് നമ്മളൊരു മൺപാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഈ റൈസിൽ ഒരുപാട് പ്രോബയോട്ടിക്സും കുറേ ന്യൂട്രീഷൻസും ഉണ്ടാവും. ഒരു ദിവസം കഴിയുമ്പോൾ, ഫെർമെൻറ്റേഷൻ കഴിയുമ്പോൾ ഈ നല്ല ഗുഡ് മൈക്രോബ്സിനെ കുറിച്ച് പഠിച്ചില്ലേ? അപ്പോൾ ഇതെല്ലാം ഈ റൈസിനെ ഭയങ്കര ന്യൂട്രീഷ്യസ് ആക്കും. അപ്പോൾ നമ്മൾ സാധാ റൈസ് കഴിക്കുന്നതിനേക്കാളും ഒരുപാട് ന്യൂട്രീഷ്യസ് ആണ് ഈ പഴങ്കഞ്ഞി കഴിക്കുന്നത്. പഴങ്കഞ്ഞിക്കകത്ത് നമുക്ക് എന്ത് വേണോ മിക്സ് ചെയ്ത്, നമുക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കൈ കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോഡി ഭയങ്കര കൂൾ ചെയ്യും. നമ്മുടെ ശരീരം ചൂടായിരിക്കുന്ന നമ്മുടെ ബോഡിയെ തണുപ്പിക്കാനായിട്ട് ഈ പഴങ്കഞ്ഞിക്ക് പറ്റും. അത് മാത്രമല്ല നമ്മൾ ഹെൽത്തി ആയിട്ടും ഇരിക്കും. നമുക്ക് ഫുൾ പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയ ഈ പഴങ്കഞ്ഞിയിൽ നിന്ന് കിട്ടും. നിങ്ങൾ ഇതൊക്കെ ചെയ്യും എന്ന് വിചാരിക്കുന്നു. നല്ല കുട്ടികളായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്ത് നന്നായിട്ട് എക്സാമിനും പ്രിപ്പയർ ചെയ്യണേ. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കണേ. താങ്ക് യു.